മധുപാൽ നായകനായ ചന്ദനമരങ്ങൾ എന്ന സിനിമയിൽ ദേവു എന്ന നായിക കഥാപാത്രം അവതരിപ്പിച്ച് ഗ്ലാമർ തരംഗത്തിൻ്റെ ഭാഗമായ മറ്റൊരു നടിയാണ് സജിനി. ദേവു എന്ന പെൺകുട്ടിയുടെ പ്രണയമോഹങ്ങളുടെ കഥയായിരുന്നു ചന്ദനമരങ്ങൾ. സജിനിയുടെ കുളിരംഗങ്ങളും കിടപ്പറ രംഗങ്ങളുമായിരുന്നു ആ സിനിമയിലേക്കുള്ള ചൂണ്ടുപലക. ചന്ദനമരങ്ങളുടെ ലൊക്കേഷനിൽ വെച്ച് സജിനി ഒരിക്കൽ പറഞ്ഞു, ഈ ട്രെൻഡ് എല്ലാ കാലത്തും നിലനിൽക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. മാറുമ്പോൾ ഞാനും മാറും. ഗ്ലാമർ വേഷമേ എനിക്ക് ചേരൂ എന്ന് തീരുമാനിച്ചത് ആരാണ്? ഞാനല്ല. ഒരു നല്ല വേഷം തന്നു നോക്കൂ, വിജയിപ്പിക്കാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. പക്ഷേ മലയാളത്തിൽ സജിനിക്ക് ആരും നല്ലൊരു വേഷം നൽകിയില്ല. ചന്ദനമരങ്ങളുടെ വിജയത്തോടെ മുൻനിര ഗ്ലാമർ നായികയായി സജിനി മാറി. സജിനി വിജയവാഡക്കാരിയാണ്. അവരുടെ ശരിപ്പേര് ദേവി എന്നാണ്. രാജാറാം രാജലക്ഷ്മി ദമ്പതികളുടെ 2 പെൺകുട്ടികൾ ഇളയവളാണ് സജിനി. ചേച്ചി പ്രമീളയോടൊപ്പം അരങ്ങിൽ നൃത്തം ചെയ്താണ് സജിനി കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ലവ് ഗെയിം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ സജിനിയെ തിരക്കേറിയ താരമാക്കിയത് പക്ഷേ മലയാള സിനിമയാണ്. അതെല്ലാം ഗ്ലാമർ സിനിമകളാണെന്ന് മാത്രം. ഡ്രൈവിംഗ് സ്കൂളിലെ മീനു, കല്ലുവാതിക്കൽ കത്രീനയിലെ ദുർഗ, സാന്ദ്രയിലെ കൽപ്പന, 4-ാം സിംഹത്തിലെ ഷീബ, മണിവർണ്ണത്തോലിലെ ദേവിക, വെണ്ണിലാവിലെ നിർമ്മല, സ്വർഗവാതിലിലെ ദേവു എന്നിവയാണ് സജിനിയുടെ ജനപ്രിയ ഗ്ലാമർ കഥാപാത്രങ്ങൾ. കൂടുതൽ ചിത്രങ്ങളിലും അവർ ഷക്കീലയ്ക്കൊപ്പമാണ് വേഷമിട്ടത്. 2003 കനവാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സജിനി ചിത്രം. തെലുങ്കാനയിലേക്ക് തിരിച്ചുപോയ അവരിപ്പോൾ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയാണ്. ഭരചന്ദ്രൻ സംവിധാനം ചെയ്ത സ്വർണ്ണനിലാവിലെ നായിക ലേഖ പാണ്ഡെയാണ് ഗ്ലാമർ തരംഗത്തിൽപ്പെട്ട മറ്റൊരു നായിക. ഉത്തർപ്രദേശുകാരിയാണെങ്കിലും മദ്രാസിലായിരുന്നു ലേഖ പാണ്ഡെയെ പഠിച്ചതും വളർന്നതുമെല്ലാം. അവിടെ മനൈവിക്ക് മര്യാദ, താലാട്ടും പൂങ്കാട്ടിൽ, ടൈം എന്നിവയിൽ സെക്കൻഡ് ഹീറോയിനായി ലേഖ അഭിനയിച്ചു. കന്നഡ നായിക മാലാശ്രീയും തമിഴ് തെലുങ്ക് നടി ശുഭശ്രീയും ലേഖയുടെ സഹോദരിമാരായിരുന്നു. മലയാള സിനിമ ഹിറ്റ് ലിസ്റ്റിൽ ലേഖയുടെ സഹോദരി ശുഭശ്രീയായിരുന്നു നായിക. കുഞ്ചാക്ക ബോബനെ പോലെ രൂപസാദൃശ്യമുള്ള അൻസലായിരുന്നു സ്വർണ്ണനിലാവിലെ നായിക. ശാലിനിയുടെ പ്രസരിപ്പുള്ള ഒരു കഥാപാത്രമായിരുന്നു നായിക ലേഖ പാണ്ഡെയ്ക്ക് ആ സിനിമയിൽ. പാതി വഴിയിൽ പക്ഷേ സ്വർണ്ണനിലാവ് പെട്ടിയിലായി. അൻസലിന് പിന്നെയും 1-2 പടങ്ങൾ ലഭിച്ചു. ലേഖ പാണ്ഡെയെ സിനിമ ഗൗനിച്ചതേയില്ല. തമിഴ് തെലുങ്ക് സിനിമകളിൽ അവർ പിന്നീടും ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഒടുവിൽ 2000-ൽ രാക്കിളികൾ എന്ന ചിത്രത്തിൽ സോഫിയ എന്ന കഥാപാത്രമായി ലേഖ പാണ്ഡെ എത്തി. ഇത് AT ജോയ് സംവിധാനം ചെയ്ത ഈ സിനിമ കറകളഞ്ഞ മറ്റൊരു ഗ്ലാമർ പടമായിരുന്നു. റിയാസ് ആയിരുന്നു അവരുടെ നായകൻ ആ സിനിമയിൽ. പിന്നീട് കുറേ സിനിമകളിൽ ഇത്തരം സിനിമകളിൽ ലേഖ പ്രധാന കഥാപാത്രമായി. നഖചിത്രങ്ങളിലെ ടീച്ചറാണ് ലേഖയുടെ മസാല ചിത്രങ്ങളിലെ ഏറ്റവും പോപ്പുലറായ കഥാപാത്രം. നല്ല വേഷങ്ങൾ കൊതിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലെത്തിയ നടിയായിരുന്നു ഉമാ മഹേശ്വരി. തരളി ഒടുകി എന്ന കന്നഡ ചിത്രത്തിലൂടെ തുടങ്ങി ഉയിരേ ഉഷയിലൂടെ ക്യാരക്ടർ നടിയായി അവിടെ പേരെടുത്ത ഉമ ഹൈറേഞ്ച് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. ഹൈറേഞ്ച് കറകളഞ്ഞ ഒരു ഗ്ലാമർ സിനിമയായിരുന്നു. മുമ്പ് തമിഴിൽ രാജരാജേശ്വരി എന്ന ചിത്രത്തിൽ നളിനിയുടെ മകളായി വേഷമിട്ട് പ്രേക്ഷക പ്രീതി നേടിയ ഉമ ഹൈറേഞ്ച് എന്ന സിനിമയിൽ അടിമുടി ഗ്ലാമർ വേഷത്തിലാണ് വന്നുപോയത്. തുടർന്ന് നിന്നെയും തേടി, പുഷ്പശരം, കൗമാരം, അനുരാഗം എന്നിങ്ങനെ ഒരു നിര ഗ്ലാമർ ചിത്രങ്ങളിൽ ഉമയെ കണ്ടു. മണിവർണ്ണത്തൂവൽ എന്ന ചിത്രത്തിലെ ആതിര എന്ന കഥാപാത്രമാണ് ഉമയുടെ ഏറ്റവും മികച്ച പോപ്പുലർ ഗ്ലാമർ വേഷം. തമിഴിൽ പാണ്ഡ്യരാജൻ്റെ ഡബിൾസിൽ നല്ലൊരു വേഷം ചെയ്ത് അഭിനയത്തുടക്കം കുറിച്ച നടിയാണ് റോഷ്നി. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തമിഴ് എന്നിങ്ങനെ 5 ഭാഷകൾ അറിയാവുന്ന റോഷ്നിക്ക് 5 ഭാഷകളിലും വിലയേറിയ നായികയാവുക എന്നതായിരുന്നു സ്വപ്നം. പക്ഷേ അക്കാലം പുറത്തിറങ്ങിയ കോളേജ് റോസ് എന്ന സീരിയലിലും നല്ലൊരു വേഷം സജിനി ചെയ്തു. സജിനിയെ ഒരു ഗ്ലാമർ നായികയാക്കി മലയാള സിനിമയിൽ അവതരിപ്പിച്ചത് AT ജോയിയാണ്. അദ്ദേഹത്തിൻ്റെ കല്ലുവാതിക്കൽ കത്രീനയിൽ സജിനിയുടെ സഹോദരിയായി റോഷ്നിയും ഉണ്ടായിരുന്നു. മാളവിക എന്ന സിനിമയിൽ സെക്കൻഡ് ഹീറോയിനായിരുന്നു ഈ താരം. അവിടെയും ഗ്ലാമറിൻ്റെ പരിവേഷമുള്ള ഒരു കഥാപാത്രമായിരുന്നു റോഷ്നിക്ക് ലഭിച്ചത്. ലയത്തിലെ ഗായത്രിയും മലയാളത്തിൽ യുവപ്രേക്ഷകരെ ഏറെ ആകർഷിച്ച റോഷ്നിയുടെ കഥാപാത്രമാണ്. സാഗര എന്ന ചിത്രത്തിലും ഗ്ലാമറിന് പുതിയ ഒരു ഭാഷ്യം റോഷ്നി രചിച്ചു. ഓർക്കാപ്പുറത്ത് മലയാള സിനിമയിലെ മാതകറാണിയായ നടിയാണ് അൽഫോൺസയും. പൈ ബ്രദേഴ്സിൽ നീലിമ എന്ന പേരിൽ അലി അക്ബർ അവതരിപ്പിച്ച നടിയാണ് അൽഫോൺസ. അവർ ആ സിനിമയിൽ മികച്ച പ്രകടനമാണ് ജഗതിക്ക് ഇന്നസെൻറ്റിനുമൊപ്പം കാഴ്ചവെച്ചത്. പക്ഷേ ബോക്സ് ഓഫീസിൽ സിനിമ വീണു. അൽഫോൺസ തമിഴകത്തേക്ക് തിരിച്ചുപോയി വീണ്ടും ചില മുറിയൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അവർ ക്ലിക്കായത് ഭാഷ എന്ന ചിത്രത്തിൽ രജനീകാന്തിനോടൊപ്പം ഒരു മാതക നൃത്തം ചെയ്തതോടെയാണ്. ആ സിനിമയിൽ അവരുടെ നൃത്തരംഗം ക്ലിക്കായി. അതോടെ ഒരു നർത്തകിയിലേക്കുള്ള പരിവർത്തനം അൽഫോൺസയ്ക്ക് ഗുണകരമാവുകയും ചെയ്തു. അവർ നന്നായി സമ്പാദിച്ചു. ചെന്നൈയിൽ ഒരു പടുകൂറ്റൻ ബംഗ്ലാവ് പണിത് അതിന് രജനീകാന്തം എന്ന് പേരിട്ടത് രജനീകാന്തിനോടുള്ള നന്ദി സൂചനയായിട്ടാണെന്ന് ഒരിക്കൽ അൽഫോൺസ പറഞ്ഞിരുന്നു. മലയാള സിനിമയും അൽഫോൺസ എന്ന മാതക നർത്തകിയെ മാടി വിളിച്ചു. ഉസ്താദിൽ മോഹൻലാലിനോടൊപ്പം നൃത്തം ചെയ്ത അവർ തച്ചിലെടുത്ത് ചുണ്ടലിൽ മമ്മൂട്ടിക്കൊപ്പവും ചുവടുവെച്ചു.
അതുപോലെ തന്നെ അക്കാലത്ത് പുറത്തിറങ്ങിയ ശങ്കർ കൃഷ്ണൻ്റെ ദ ഫയർ എന്ന ചിത്രത്തിൽ മാദകനൃത്തത്തിന് പുറമെ ഡോളി മാത്യു എന്ന ക്യാരക്ടർ റോളും അൽഫോൺസ അവതരിപ്പിച്ചു. പക്ഷേ അവർ ഗ്ലാമർ സിനിമയുടെ ഭാഗമായത് സതീഷ് അനന്തപുരി സംവിധാനം ചെയ്ത എണ്ണത്തോണിയിൽ റീത്ത എന്ന മോഡൽ ഗേൾ ആയതോടെയാണ്. അൽഫോൺസ വേഷമിട്ട ആ ചിത്രം അവരുടെ പേരിൽ തന്നെയാണ് മാക്സിമം ഹൈപ്പ് നൽകി പുറത്തിറങ്ങിയതും. ആ സിനിമ പുറത്തിറങ്ങിയതോടെ അൽഫോൺസയ്ക്ക് മറ്റൊരു ഇമേജായി സൂപ്പർ താരങ്ങൾ അവരെ തടഞ്ഞു. കൂടുതൽ നഗ്നത കാണിച്ച് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ വീട്ടുകാർ നടിയെ നിർബന്ധിച്ചു. ഇതിനിടയിൽ ഷക്കീല സിനിമകളിൽ നായകനായി അഭിനയിക്കുന്ന ഉസ്മാനുമായി നടി പ്രണയത്തിലുമായി. വീട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഉസ്മാന്റെ ബീവിയായി അൽഫോൺസ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും ആ ദാമ്പത്യത്തിന് ഏറെ ആയുസ്സുണ്ടായിരുന്നില്ല. മലയാളികൾ അൽഫോൺസയെ ഏറ്റവും ഒടുവിൽ കണ്ടത് 2012 പുറത്തിറങ്ങിയ മദിരാശി എന്ന സിനിമയിലാണ്.